രാവിലെ തന്നെ നമ്മുടെ നിക്ക് അംഗൻവാടി പോകാനായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഡ്രസ്സ് ഡീപ്പിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഞാനിന്ന് പോണില്ല എന്ന് പറഞ്ഞ് നിക്ക് തുടങ്ങിയിട്ടുണ്ട്. നിക്കിനെ അംഗൻവാടി കൊണ്ടാക്കിയതിന് ശേഷം എനിക്ക് ആ വഴി വണ്ടി എടുക്കാനായിട്ട് പോകണം. സ്കൂളിലാണോ പോണ്ടേ? അങ്ങേ പോണ്ടേ? നിക്ക് എന്താ പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ബിച്ചു എന്ന് വിളിച്ചത് എന്നെയാണ്. അങ്ങേന്ന് പറഞ്ഞത് അംഗൻവാടി. ആൾക്ക് അംഗൻവാടി പോണ്ട, സ്കൂളിൽ പോയാൽ മതിയെന്ന്. കാര്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അംഗൻവാടിയിൽ പഠിപ്പിക്കും, സ്കൂളിൽ പഠിപ്പിക്കില്ല എന്ന്. എന്നെ അടവാന്ന് നോക്കിക്കേ ചെക്കൻ്റെ. ബാഗും തൂക്കി നല്ല ഗെറ്റപ്പിലാണ് ആള് പോണത്. ഇന്നലെ വരെ നിക്ക് ഈ വഴിയിലൂടെയാണ് അംഗൻവാടി പോയത്. അപ്പോഴൊന്നും ഈ കട്ടൗട്ട് കണ്ടില്ല. ഇതെന്താന്ന് എന്നോടും ചോദിച്ചിട്ട് നിൽക്കണം നിൽപ്പാണിത്. അങ്ങനെ ഞങ്ങൾ അംഗൻവാടി എത്തി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള സങ്കടമൊന്നും ആൾക്ക് അംഗൻവാടി എത്തിയപ്പോൾ ഇല്ല. അങ്ങനെ നിക്കോടും ടാറ്റ പറഞ്ഞ് ഞാനിനി നേരെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക്. ആനിക്കാട് നിന്ന് 3 ബസ് മാറി കയറിയാൽ മാത്രമാണ് എനിക്ക് അങ്കമാലി എത്താനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ മൂവാറ്റുപുഴയിൽ നിന്ന് തൃശ്ശൂർ ബസ് കയറി കാലടിക്ക് ടിക്കറ്റ് എടുത്തു. കാലടി പാലത്തിൽ ഓൾറെഡി നല്ല ബ്ലോക്കാണ്. അതിനിടയ്ക്കാണ് പാലത്തിന്റെ മേളിൽ നിന്ന് ഈ സമരം. അപ്പോൾ ബ്ലോക്ക് ഇരട്ടിയായി. 3 ബസ് മാറി കയറിയതിനു ശേഷം ഞാൻ അങ്കമാലിയിലെത്തി. അങ്ങനെ ദേ കിടക്കണു നമ്മുടെ ചെക്കൻ. ദേ ഇതാണ് പുതിയ സീറ്റ് കവർ. ഈ കളർ എന്തായാലും നന്നായിട്ട് ചേരുന്നുണ്ട്. പുതിയ സീറ്റ് കവർ എങ്ങനെയുണ്ടെന്നുള്ളത് ജസ്റ്റ് കമന്റിലൊന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് എന്തായാലും നല്ല രീതിക്ക് ഇവരുടെ വർക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അടിപൊളിയായിട്ടാണ് എനിക്ക് ഇവർ ചെയ്തു തന്നത്. ഈ നിസാം റോയാണ് എന്നെ സീറ്റിന്റെ കളർ സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. ആളിതിന്റെ ഓണർ കൂടിയാണ്. അങ്ങനെ എന്റെ നന്ദി വാക്കും അറിയിച്ച് ഞാൻ ഇനി നേരെ പോണത് നമ്മുടെ വണ്ടിയുടെ പൊട്ടിയ ബമ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പോണ വഴിക്ക് രാഹുലിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. രാഹുലിന്റെ വീട് പെരുമ്പാവൂരാണ് കേട്ടോ. ആൾക്ക് സീറ്റ് കവർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വർക്ക്ഷോപ്പിലെത്തി. അധികം പോസ്റ്റ് തരാതെ തന്നെ നമ്മുടെ വണ്ടിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പഴയ ബമ്പർ അയച്ച് പുതിയ ബമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ ബമ്പറിൽ ഇരിക്കുന്ന ക്രോമൊക്കെ അയച്ച് ഇനി പുതിയ ബമ്പറിൽ സെറ്റ് ചെയ്യണം. ബമ്പർ ചേഞ്ച് ചെയ്തപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. അങ്ങനെ നമ്മുടെ ചെക്കൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. നമ്മുടെ വണ്ടിയുടെ ബമ്പർ പൊട്ടിയപ്പോൾ തന്നെ ഞാൻ ഈ ബിനീഷേനെയാണ് വിളിച്ചു പറഞ്ഞത്. അപ്പം തന്നെ ആള് ബമ്പർ ഓർഡർ ചെയ്ത് പെയിന്റ് അടിച്ചു വെച്ചു. അതുകൊണ്ടാണ് ട്രിപ്പ് കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് തന്നെ ബമ്പർ കയറ്റാനായിട്ട് പറ്റിയത്. ഇവിടുന്ന് ഇനി ഞാനും രാഹുലും പോണത് കുറിച്ചിലക്കോടുള്ള ഷാപ്പിലേക്കാണ്. ഇവിടത്തേത് നല്ല ഫുഡാണെന്നാണ് രാഹുൽ പറഞ്ഞത്. കഴിക്കാനായിട്ട് പന്നിയും നാടൻ കോഴിയും പൊറോട്ടയും കപ്പയൊക്കെയാണ് വാങ്ങിച്ചത്. രാഹുൽ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ. സമയം അങ്ങനെ ഏകദേശം 3:30 ആയി. രാഹുലിനെ തിരിച്ചുണ്ടാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു. ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം.